ഫ്രണ്ട്സ്, വെൽക്കം ടു നാരായണി വ്ളോഗ്സ്. ഇത് നമ്മൾ പോകുന്നത് മൂന്നാർ, വട്ടവട, വാഗമൺ എന്നീ സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. 3 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലിയും നമ്മളും കൂടെ ഒരുമിച്ചാണ് യാത്ര പോയത്. അപ്പം പണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് മൂന്നാറിലും വാഗമണ്ണും, പക്ഷേ വട്ടവടയിലേക്ക് ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോയത്. വഴിയോര പ്രദേശങ്ങളിലെല്ലാം ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ക്യാരറ്റും എല്ലാം ലഭ്യമായിരുന്നു. അപ്പോൾ നല്ല കോട മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നൊരു ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് എത്തിയിരിക്കുകയാണ്. വട്ടവടയ്ക്ക് അകത്ത് കയറണമെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റ് കടന്നെങ്കിൽ മാത്രമേ നമ്മൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും. അതിൻ്റെ ഫുള്ള് കാടാണ്. നമ്മളിനി കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഇരുവശങ്ങളിലും വന്യമൃഗങ്ങളെ കാണാം. അതുകൊണ്ട് നമ്മൾ അത് സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ടും. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം ഒരു രാത്രിയായി നമ്മൾ എത്തിച്ചേർന്നിരുന്നപ്പോൾ. അപ്പോൾ അവിടെ നമ്മളൊരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോം സ്റ്റേയുടെ ഒരു കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോം സ്റ്റേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ലൊരു തണുപ്പ് ആയിരുന്നു. അപ്പോൾ അവിടെ ഇരുവശങ്ങളിലായിട്ട് ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോം സ്റ്റേയുടെ ഒരു ഫുൾ വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പാചകം ചെയ്യാനായിട്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു പാചക വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഫുഡൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചില്ലായിട്ടായിരുന്നു എൻജോയ് ചെയ്താണ് ഇരുന്നത്. അങ്ങനെ ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞ് ഞങ്ങളിനി കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്രൂട്ടായിരുന്നു തക്കാളിപ്പഴം.
അങ്ങനെ ഞങ്ങൾ കുറേ തക്കാളിപ്പഴമൊക്കെ പിച്ചി അതൊക്കെ കഴിച്ചു. ഇതാണ് ടെൻറ്റിൻ്റെ ഉൾഭാഗം. നമുക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലാതെ റൂമും ഉണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്ക്.